गमों ने सुनाया दोबारा दोबारा, मेरी दास्तां में है भीगे से मौसम, हुई मेरी पलकें तभी फिर सनम। कहानी हमारी, फसाना हमारा, गमों ने सुनाया। है तू चांद जैसी हूँ मैं आग जैसा, मिलना हमारा मुमकिन नहीं। है तू चांद जैसी हूँ मैं आग जैसा, मिलना हमारा मुमकिन नहीं। बना हूँ मैं पत्थरों से, बना हूँ मैं पत्थरों से, तू कांच का है सनम। कहानी हमारी, फसाना हमारा, गमों ने सुनाया दोबारा दोबारा, मेरी दास्तां में है भीगे से मौसम, हुई मेरी पलकें तभी फिर सनम। தனித்த வனத்தில் அனைத்து எனக்கு உணர்ச்சி கொடுத்து முகிழ்த்தவா. എടി അമ്മു, നീ ആ വീഡിയോ ഇതുവരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? എന്ന് ചെയ്തയാന്നറിയോ? അത് എഡിറ്റ് ചെയ്തില്ലെന്ന് പറയുന്നത് കുറച്ച് കഷ്ടാട്ടോ. ഓ എന്റെ അനുചേച്ചി, ഞാൻ ചെയ്തോളാം. ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടല്ലേ ഞാൻ ഇതുവരെ അത് ചെയ്യാത്ത, അല്ലാതെ മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ. ഓ രണ്ടൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ ഈ പാട്ടൊന്ന് നോക്കിക്കോട്ടെ. എടി രുദ്ര, നീ കുറെ നേരമായല്ലോ പാട്ട് നോക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നിനക്ക് നല്ലൊരു സോങ് കിട്ടിയില്ലേ? ഉവ്, അതെങ്ങനെ കട BTSന്റെ എഡിറ്റ് നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കും അവൾ അതിന്റെ ഇടയ്ക്ക്. ഓ ഞാനിപ്പൊ BTSന്റെ ഒരു എഡിറ്റ് നോക്കിയേനാ കുറ്റം. മോള് പാതിരാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് FF കാണുന്നതിനൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? അത് ഞാൻ മാത്രമല്ലല്ലോ, നീയും ഇവളും കാണുന്നുണ്ടല്ലോ. ആ കൊള്ളാം, അതിന് ഞാൻ പറഞ്ഞോ ഞാൻ കാണുന്നില്ലെന്ന്. അതിന്റെ അടുത്ത് എന്തിനാ വിളിച്ചിരുന്നേ? ചേച്ചി ചേച്ചി അതൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടല്ല. ഓ അല്ല, നീ അങ്ങ് മൂക്കി കേട്ടീനല്ലേ? ഒന്ന് പോടി. കേട്ടും എന്തേ? ഇടിയാണ് ചേച്ചി. എന്നടി പറ. എടി ചേച്ചി, നീ കണ്ടിട്ടുള്ള ബെസ്റ്റ് FF ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോടി? എടി ഞാനാണെങ്കിൽ എല്ലാം കണ്ടടി, എനിക്കൊന്നും ഇപ്പൊ കിട്ടുന്നില്ല. നീ ഒന്ന് പറഞ്ഞു തരുമോ ഏതെങ്കിലും അറിയാമെങ്കിൽ? FFO? നീ പ്രണയമായി കണ്ടിട്ടുണ്ടോ? അതില് മെയിൻ ലീഡ് യുമിന. പ്രണയമായോ? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നല്ല സ്റ്റോറിയാണോ? എങ്ങനെയുണ്ട് കണ്ടിട്ടാ? അടി കുഴപ്പമില്ല. നീ സാഹുൽ മലയുടെ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പം സാഹുൽ മലയുടെ ആ വോയിസ് ഓവറില് BTSന്റെ എഡിറ്റ് വെച്ച് ചെയ്തതാ. നിനക്ക് സാഹുൽ മലയുടെ സ്റ്റോറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ? അപ്പം ഇതതുപോലെ ചെയ്തെന്ന് പറയുമ്പം ആ സ്റ്റോറി എങ്ങനെയാന്ന്, ഏത് ലെവലാന്ന് നിനക്ക് ഊഹിക്കാലോ. എനിക്കറിയാം, ഞാൻ നേരത്തെ കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ FF ഒക്കെ കണ്ടു തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ അത് കേൾക്കാതായി. അത് ശരിയാ. പിന്നെ കൊറേ FF ഉണ്ടടി. നീ അരികിലിനി ഞാൻ വരാൻ കണ്ടിട്ടുണ്ടോ? അത് തേക്കുക്കിന്റെ യുമിന്റെ FF ആണ്. പക്ഷെ അതില് യുമിൻ പൊളിയാടി, നീ ഒന്ന് കണ്ടു നോക്കണം. അതെനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചേച്ചി തേക്കുക്ക് FF വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു തരാടി രുദ്രേ. ഷുഗർ ഡാഡി നീ കണ്ടിട്ടുണ്ടോ? അത് തേക്കുക്ക് FF. പിന്നെ കുറെ ഉണ്ടല്ലോ തേക്കുക്ക് FF. ഞാൻ നിനക്ക് അയച്ചു തരാം, നീ പിന്നെ സമയം കിട്ടുമ്പോ നോക്കിയാൽ മതി. എടി ഒന്ന് എനിക്ക് നംജിൻ FF വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അയച്ചു തരണേ എടി. നംജിൻ FF റാസ്കൽ കണ്ടിട്ടുണ്ടോ? ഞാൻ പണ്ട് കണ്ടതാ. ചിലപ്പോ നിനക്ക് ഇഷ്ടമാവും. ഞാൻ നോക്കട്ടെ, വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് അയച്ചു തരാം. ആടി, എന്റെ ജോലിച്ചായനും ജിനിമമ്മ എന്ത് ക്യൂട്ട് കപ്പിൾസ് ആണ് അല്ലേ? ആണ്, പക്ഷെ എന്റെ ജിമ്മിച്ചായന്റെ യുമിന്റെ അത്ര ഒന്നും വരത്തില്ല. പറഞ്ഞൊക്കെ നേരാ, പക്ഷെ തേക്കുക്കിനെ വെല്ലാൻ ഒരു കപ്പിൾസ് ഇതുവരെയും വന്നിട്ടില്ല മക്കളെ. തേക്കുക്ക് എന്നത് അതൊരു വികാരമാണ്. അത് നീ പറഞ്ഞത് നേരാ. തേക്കുക്ക് എന്നതൊരു വല്ലാത്തൊരു ഫീല് തന്നെ. പിന്നെ
നംജിൻ ഫാൻ ആയതുകൊണ്ട് ഞാനും, യുമി ഫാൻ ആയതുകൊണ്ട് അമ്മും അവരെ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ ഷിപ്പിനെയല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ. അതൊക്കെ വിട്. എടി രുദ്ര, നിനക്ക് സോങ് കിട്ടിയോ? ആടി ചേച്ചി, സോങ് ഒക്കെ കിട്ടി. ഇനി സ്റ്റെപ്പും കൂടെ പഠിച്ചാൽ മതി. ഈ സോങ്ങിന് കുറച്ച് ടഫായിട്ടുള്ള സ്റ്റെപ്പൊക്കെയാ ചേരുന്നതെന്ന് തോന്നുന്നു. അതൊന്നും സാരമില്ല, അത് നമുക്ക് പഠിക്കാലോ. നമ്മൾ പ്രൊഫഷണൽ ഡാൻസേഴ്സ് അല്ലേ. പിന്നെ പിന്നെ അതെ അതെ, ആരും കേൾക്കരുത്. പിന്നെ ഇപ്രാവശ്യം അപ്പുറത്തെ വീട്ടിൽ വെച്ച് തന്നെയാണോ കളിക്കുന്നത്, അതോ നമ്മുടെ വീട്ടിൽ വെച്ച് കളിക്കാനോ? നമുക്ക് അവിടെ വെച്ച് തന്നെ കളിക്കാടി. നമ്മളെപ്പോഴും അവിടെ തന്നെ വെച്ചല്ലേ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടുത്തെ ആൾക്കാർ വന്ന തീരും നമ്മുടെ റീൽസിലൊക്കെ. പിന്നെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ കളിക്കേണ്ടി വരും. പക്ഷെ അവിടെ നല്ലൊരു സെറ്റ് ആംബിയൻസ് ആയിരുന്നു അല്ലേ, ഒരു ട്രഡീഷണൽ ലുക്ക്. നമ്മളെ ഇവിടെ ആണെങ്കിൽ അത്ര ലുക്കൊന്നുമില്ല. നമ്മൾ സാരി ഒക്കെ ഇട്ട് കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിനേക്കാളും ഒന്നുകൂടെ എടുപ്പായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പൊളിയായിരുന്നു അവിടെ വെച്ച് കളിക്കാൻ. അത് ശരിയാ, പക്ഷേ അവർ ഉടനെ ഒന്നും ഇങ്ങോട്ട് വരത്തില്ലായിരിക്കും. ഇത്ര വർഷമായിട്ടും വന്നിട്ടില്ല, പിന്നെ ഇപ്പൊ വരുമോ? അവരിവിടൊക്കെ മറന്നുപോയി കാണും. ഇവിടൊക്കെ കൊറിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ നാടിനെയൊക്കെ ഓർക്കൂട്ടി. അവരെന്നല്ല ആരും ഓർക്കത്തില്ലായിരിക്കുമല്ലോ. ശരിയാ, അവർക്കൊക്കെ എങ്ങനെ തോന്നില്ലേ സ്വന്തം ജനിച്ചു വളർന്ന നാടൊക്കെ വിട്ടുപോകാൻ? ഇതൊക്കെ എങ്ങനെ മറക്കാൻ തോന്നുന്നു? ഈ നെൽപ്പാടവും മലയും അരുവിയും ഒക്കെ. എന്തായാലും ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും എന്റെ നാടിനെ ഞാൻ മറക്കത്തേ ഇല്ല. എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നത് അത് എന്റെ നാട് തന്നെയായിരിക്കും. അതിന് നീ എവിടെയും പോകുന്നില്ലല്ലോ, നീ ഇവിടെ തന്നെ മൂത്ത് ധരിച്ചിരിക്കത്തേ ഉള്ളു. എടി പോടി, നിനക്ക് എന്താടി രുദ്രേ, നീ അടി വാങ്ങും കേട്ടോ. നിർത്തിക്ക രണ്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ. അമ്മ എപ്പോഴും പറയാറുണ്ട് അമ്മ അച്ഛനും കണ്ടുമുട്ടിയത് തന്നെ ശ്രീനു ആന്റിയാണ് കാരണമാണ്. ആന്റി ഇല്ലായിരുന്നെങ്കിൽ ഇവര് കാണപ്പോലും ഇല്ലായിരുന്നു. അത് ശരിയാ, അമ്മ ആന്റിയുടെ വീട്ടിൽ വന്നത് കൊണ്ടാണല്ലോ അച്ഛമ്മയെ കാണാൻ ഇടയായതും അവര് പ്രണയിക്കാനൊക്കെ തുടങ്ങിയത്. അതെ, അതുപോലെ അമ്മ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ശ്രീനു ആന്റി അല്ലായിരുന്നോ? അമ്മയ്ക്ക് ശ്രീനു ആന്റിയെ പറ്റി പറയാൻ എപ്പോഴും നാവാ. രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലായിരുന്നു. രണ്ട് ശരീരം ഒരു മനസ്സുമായി നടന്നവര്. രണ്ടുപേരും ഒരിക്കലും പിരിയില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നതാ. പക്ഷെ എന്ത് ചെയ്യാനാ, അപ്പോഴല്ലേ ശ്രീനു ആന്റിക്ക് ജോലിയുടെ ആവശ്യത്തിന് കൊറിയ പോകേണ്ടി വന്നതൊക്കെ. അല്ലാണ് ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും വലിയ തിക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നെങ്കിൽ എന്നിട്ട് എന്താ രണ്ടുപേരും പരസ്പരം കോണ്ടാക്ട് ഒന്നും ഇല്ലാതിരുന്നേ? രണ്ടുപേരും വിളിച്ചുകൂടെ? നമ്മുടെ അമ്മയുടെ കാര്യം നമുക്കറിയാം, എന്നാ ആ ശ്രീനു ആന്റിക്കെങ്കിലും ഒന്ന് വിളിച്ചുകൂടായിരുന്നു അമ്മേനെ? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരുന്നത്. എടി അത് സിമ്പിൾ അല്ലേ, ആന്റി അവിടെ ജോലിക്കല്ലേ പോയത്, അല്ലാതെ വെറുതെ അടിച്ചു വിളിച്ച് നടക്കാനൊന്നും അല്ലല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കൊക്കെ കാണും. നീ ഓർക്കുന്നില്ലേ അവിടുത്തെ അമ്മ എപ്പോഴും നമ്മുടെ അമ്മയോട് വന്ന് പരാതി പറയുന്നേ? വിളിക്കാറില്ല, വിളിക്കുന്ന തന്നെ ആഴ്ചകൾ കൂടിയിരിക്കുമ്പോഴാ വിളിക്കുന്നത്, അത്രയ്ക്ക് തിരക്കവക്ക്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ വന്നിട്ട് നമ്മുടെ അമ്മയോടല്ലേ പരാതി പറയുന്നത്. സ്വന്തം അമ്മേനെ വിളിക്കാൻ പോലും ടൈമില്ലാത്തവരെങ്ങനെയാ ഫ്രണ്ടിനെ വിളിക്കുന്നത്? അത് നേരം, നമ്മുടെ അമ്മയുടെ കാര്യം തന്നെ ആലോചിച്ചാൽ മതിയല്ലോ. അമ്മ എന്തുവാ ഹോസ്പിറ്റലിൽ പോയിട്ട് 7 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് കയറും. വന്നിട്ട് ഫുഡും ഉണ്ടാക്കിയിട്ട് നമ്മളെ കുഞ്ഞിപ്പിള്ളേരായതുകൊണ്ട് നമ്മുടെ പുറകേലും നടന്ന് അച്ഛൻ്റെ കാര്യവും നോക്കി അമ്മ എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്നത് എപ്പോഴാന്ന് പോലും നമുക്കറിയത്തില്ല. ശരി ശരി, എനിക്ക് ഓർമ്മയുണ്ട്. ഈ കുടുംബജീവിതം തന്നെ റിസ്ക് ഉള്ള ഏർപ്പാടല്ലേ. പിന്നെ നീ എന്താ കരുതിയേ ഇതൊക്കെ നല്ല സുഖമുള്ള ഏർപ്പാടാണെന്നോ? അത് ഇപ്പോഴേ നമുക്ക് ഇങ്ങനെ അത്ഭുതമൊക്കെ തോന്നത്തുള്ളൂ. ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവടി. അയ്യോ, സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. ഞാൻ പോയി മീൻ കെട്ടിട്ട് ഉച്ചയാവുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കണ്ടേ. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, ഞാൻ ചോറ് വെച്ചിട്ടാ വന്നത്. ഞാൻ പോയി അത് ഊറ്റട്ടെ. എന്നാ എല്ലാം പോയി പണി ചെയ്യും, ഞാനും പോയി തൂത്ത് വരട്ടെ. അയ്യോ, അത് പറഞ്ഞപ്പോഴാ, ഈ 3 പേരെ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ നിങ്ങളെ ഇതുവരെയും പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. നമുക്കെന്നാ അവരെ പരിചയപ്പെടാം. ജയറാം വാസുദേവന്റെയും സീതാലക്ഷ്മി ജയറാമിന്റെയും മൂത്ത പുത്രിയാണ് അനിക ജയറാം. അനുന്ന് വീട്ടിൽ വിളിക്കും. പുള്ളിക്കാരി ഒരു ഡാൻസറാണ്. ഭരതനാട്യത്തിൽ എന്തൊക്കെയോ മാരിക്കുട്ടിട്ടുണ്ടെന്നാണ് പറച്ചില്. പക്ഷെ നമ്മളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ലേ. 28 വയസ്സായി, പക്ഷെ അതിന്റെ മെച്യൂരിറ്റി ഒന്നും വഴിയേ പോയിട്ടില്ല എന്നാണ് മറ്റുള്ളവർ പറയാറ്.
പിന്നെ പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ടൊരു ഡാൻസിങ് സ്കൂളൊക്കെ ഉണ്ട്. ധളം കുതക തക ദ തങ്കിടതക തരികിടതക ത ജം തക ജം ജം ത തകിട ത ദ ത ജം കിടതക ജം ത തണം ത തരം ത തകിട ത ദ തങ്കിടതക തരികിടതക ത ജം നം ത രം ത ധളം കുതക തക ദ തങ്കിടതക തരികിടതക ത ജം തക ജം ജം ത തകിട ത ദ ത ജം കിടതക ജം ത തണം. രണ്ടാം താളെ നമുക്ക് പരിചയപ്പെടാം. അനാമിക ജയറാം. അമ്മൂന്ന് വീട്ടിൽ വിളിക്കും. കാണുന്ന പോലെ അത്ര പാവമൊന്നും അല്ല. പിന്നെ ഒരു മലയാളം അധ്യാപികയാണ്. പിള്ളേരൊക്കെ കണ്ണിലുണ്ണിയാണ്. പിള്ളേർക്ക് ഇവളെ പറ്റി പറയാൻ 100 നാവാണ്. നമ്മുടെ ഭാഗ്യമോ അതോ അവളുടെ ഭാഗ്യമോ ഇതുവരെയും ആ പിള്ളേർ പറയുന്നതൊന്നും കേട്ടിട്ടില്ല. പുള്ളിക്കാരിക്ക് 25 വയസ്സായി. അതിന്റെ അഹങ്കാരം ഒന്നുമില്ല കേട്ടോ. கண்ணம்மா கண்ணம்மா அழகு பூஞ்சிலை என்னுள்ளே என்னுள்ளே பொழியும் தேன்மழை உன்னை நினைத்திருந்தால் அம்மம்மா நெஞ்சமே துள்ளி குதித்தது தான் எங்கெங்கும் செல்லுமே ஒளி வீசும் மணி தீபம் அது யாரோ நீ கண்ணம்மா கண்ணம்மா அழகு பூஞ்சிலை. നമുക്ക് ഏറ്റവും ഇളയ സന്താനത്തെ പരിചയപ്പെടാം. അനിരുദ്ധ ജയറാം. രുദ്രാന്ന് വീട്ടിൽ വിളിക്കും. 23 വയസ്സുണ്ട്. 3rd ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. പിന്നെ വീട്ടിലെ ഏറ്റവും ഇളയ സന്താനമായതുകൊണ്ടും ചേച്ചിമാരുടെ പൊന്നനുജത്തി ആയതുകൊണ്ടും അതിൻ്റെ അഹങ്കാരം നല്ലോണം ഉണ്ട്. പുള്ളിക്കാരി പാവം അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, പാവമാണ്. അവളുടെ ചേച്ചിമാരുടെ അടുത്തും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അവൾ നല്ല പാവമാണ്, നല്ല വായാടിയാണ്. അങ്ങനെ കാണാൻ നല്ല സുന്ദരി ആയതുകൊണ്ട് കോളേജിലെ മിക്ക എണ്ണവും അവളുടെ പുറകെയാണ് നടക്കുന്നത്. കോളേജിലെ മാത്രമല്ല, അവളുടെ നാട്ടിലെ ഉള്ള കുറേ എണ്ണങ്ങളും അവളുടെ പുറകെ നടക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ രുദ്രയ്ക്ക് ഇവരെ ആരെയും പിടിച്ചിട്ടില്ല. അവൾ പറയുന്നത് അവൾക്ക് ക്രഷ് തോന്നിയ ഒരാളുടെ അടുത്ത് മാത്രമേ അവൾ യെസ് പറയൂ എന്നാണ്. അവൾക്ക് ഇതുവരെയും ആരുടെ അടുത്തും ക്രഷ് തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. നമുക്കറിയില്ലേ സത്യാവസ്ഥ എന്താണ്. യമുനയാற்றிலே ஈரக்காற்றிலே கண்ணனோடு தானாட பார்வை போத்திட பாதை பார்த்திட பாவை ராதையோ வாட இரவும் போனது பகலும் போனது மன்னன் இல்லை கூட இளைய கண்ணியில் இமைத்திடாத கண் இங்கும் அங்குமே தேட ஆயப்பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பு தொல்லையோ ஆயப்பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாவம் രാധാ. നിങ്ങൾക്കൊക്കെ ഇപ്പം ഇവരുടെ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, അനു എന്താ ഇത്രയും നാളായിട്ടും കല്യാണം കഴിക്കാത്ത, 28 വയസ്സായല്ലോ, അങ്ങനെ കുറേ ഡൗട്ട് ഉണ്ടായിരിക്കുമല്ലോ. കാരണമൊന്നുമില്ല, നമ്മുടെ രുദ്രയുടെ അതേ രീതി തന്നെയാണ് അനു നിൽക്കുന്നത്. അവൾക്കും അവളുടെ പുറകിലും കുറേ പേര് നടക്കുന്നുണ്ടെങ്കിലും അവൾക്കും ആരുടെ അടുത്തൊരു ക്രഷോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. വീട്ടുകാർ കല്യാണത്തെ പറ്റി പറയുമ്പോഴും കല്യാണം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുവാണ് നമ്മുടെ അനു. പിന്നെ നമ്മുടെ ജയറാം വാസുദേവ് ആയാലും സീതാലക്ഷ്മി ജയറാം ആയാലും പിള്ളേരുടെ സന്തോഷത്തിനപ്പുറം വേറൊരു സന്തോഷം അവർക്കില്ലാത്തത് കൊണ്ട് കല്യാണത്തിന് വേണ്ടി അവളെ നിർബന്ധിക്കുകയോ അതിൻ്റെ പേരിൽ ഓരോന്ന് പറയുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ.
പിന്നെ അനിയത്തിമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അനിയത്തിമാരെ കെട്ടു എന്ന് ഒറ്റക്കാലം നിൽക്കുകയാണ് അവർ. സത്യം പറഞ്ഞാൽ അതല്ല കാര്യം. അവർക്ക് ഇതുവരെയും ഒരാളോടും ക്രഷോ അങ്ങനൊന്നും തോന്നാത്തതുകൊണ്ട് കല്യാണത്തെ പറ്റി അവരും ചിന്തിക്കുന്നില്ല. പിന്നെ എല്ലാവരും ബിസിയൊക്കെ ആണെങ്കിലും ഫ്രീ ആവുന്ന ടൈമിൽ ഇവർ റീൽസ് ഒക്കെ എടുക്കാറുണ്ട്. കൂടുതലും ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസാണ് ഇവരെടുക്കാറ്. അവർക്ക് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അനുചേച്ചി തന്നെയാണ് ബാക്കി 2 പേരുടെയും ഡാൻസ് ടീച്ചർ. എന്റെ പൊന്നു പിള്ളേരെ ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ടോ? സമയം എത്ര ആയെന്ന് വല്ല വിചാരം ഉണ്ടോ നോക്കി. ഇവിടുന്ന് 3:30 ആകുമ്പോഴെങ്കിലും ഇറങ്ങിയാൽ അവിടെ 4:30 ആകുമ്പോഴെങ്കിലും എത്താൻ പറ്റും. എന്റെ ശ്രീ, നീ ഇങ്ങനെ ധൃതി വെക്കാതെ. സമയം 11 മണിയല്ലേ ആയിട്ടുള്ളൂ. ഇനി സമയം കിടക്കും. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. കണ്ടോണം പോവാറാവുന്ന ടൈമിൽ എല്ലാം കൂടെ പാക്ക് ചെയ്യാൻ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ആവശ്യമുള്ള ഒരു സാധനവും എടുക്കത്തില്ല. എന്നിട്ട് അവസാന നിമിഷം പറയും അതെടുത്തില്ല ഇതെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴി പോയി പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കും. നിങ്ങൾക്ക് പൈസയുടെ വില എന്താന്ന് മനസ്സിലാകത്തില്ല. പൊന്നു ശ്രീ, നീ ഇങ്ങനെ പിശിക്കാതെടി. ഒന്നുമില്ല, ഞാനൊരു കമ്പനിയുടെ CEO. അതെങ്കിലും നീ ഓർക്ക്. അതുമല്ല, എന്റെ മക്കൾക്ക് മേടിച്ചു കൊടുക്കാനുള്ള പൈസയൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇനി അതും പോരാഞ്ഞിട്ട് അവർക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടല്ലോ. അവര് മേടിക്കുന്നത് തന്നെ അവരുടെ കാശിനാ. അതിന് നിനക്കെല്ലാം. എന്റെ ശ്രീയേട്ട, നിങ്ങൾ ഒറ്റയെടുത്താണ് പിള്ളേരെ വഷളാക്കുന്നത്. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടാൻ വരുന്നില്ല. ഇനി അച്ഛനും മക്കളും എന്താന്ന് വെച്ചാൽ കാണിക്കും. എന്റെ കർത്താവ്, ഇങ്ങനൊരു സാധനത്തിനോടാണല്ലോ എനിക്ക് പ്രണയം തോന്നിപ്പിച്ചത്. ഡാഡി, ഈ പറഞ്ഞത് മമ്മി കേക്കണ്ടാട്ടോ. ആ മോനെ, നീയോ? La mano que tú eres cosa buena. Esta noche quiero bailar sobre la arena. No sé una ajena, no sé nada más. Ven pa' acá. Y ahora, give me boy, I'm your lady. I got you, what you want, feel so crazy. Give me boy, I'm your baby, I'm your lady. I'm your girl, I'm your mama. Come on boy, don't be shy, don't want drama. I'm your girl, Bella Donna, sexy mama. You start this fire, the way you look at me takes me higher. I want this moment to last forever, ever and over again. Give me some of that, ooh la la. നീ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോടാ? അതോ അവന്മാരെ പോലെ നീയും ഫോണിൽ കുത്തിയിരിക്കുവായി? ഇല്ല ഡാഡി, എന്റെ പാക്കിംഗ് ഒക്കെ അപ്പോഴേ കഴിഞ്ഞു. കഴിഞ്ഞോ? എന്നാ നീ പോയി അവന്മാരെയും കൂടെ സഹായിക്കും. അതിന്റെ ആവശ്യമില്ല ഡാഡ്, എന്റെ പാക്കിങ്ങും കഴിഞ്ഞു. When I'm out of breath, she's my vitals. When I need to rest, she's my ride or die. When I'm out of faith, she's my idol. I just kill her now, she's my alibi. ഇതൊരു ഹർഷം പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇല്ല ഡാഡ്, അവനാണെങ്കിൽ രാവിലെ തൊട്ട് അവന്റെ ഗിറ്റാറും പിടിച്ചോണ്ട് അതും വായിച്ചോണ്ടിരിക്കും അവിടെ. കൊള്ളാം. പിന്നെ എങ്ങനെയാ നിന്റെ മമ്മീനെ കുറ്റപ്പെടുത്തുന്നത്? അവന് പോകണമെന്നൊന്നുമില്ലേ? അത് ഡാഡി, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം അവന്റെ അടുത്ത്. ഏട്ടാ നിക്ക്, ഞാനും വരുന്നു. രണ്ടും ചെന്ന് മമ്മി വരുന്നതിന് മുമ്പ് പാക്ക് ചെയ്യിപ്പിച്ചിട്ട് വാ. കുറച്ച് സാധനം വാങ്ങാനുണ്ട്. നിന്റെ മമ്മീന്റെ ഫ്രണ്ട് അവിടെ അല്ലേ? അവർക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് കൊടുക്കണോന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. എങ്ങാനും അത് മേടിക്കാതെ പോയി അവൾ എന്നെ കൊല്ലോ? ഇല്ല ഡാഡി, എന്തായാലും ഞങ്ങൾ കാരണം ഡാഡി മരിക്കില്ല. നീ ഇതുവരെ പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഈ ഇരിപ്പങ്ങാനും മമ്മി കണ്ടോണ്ട് വരണം. അന്ന് നിന്റെ അവസാനമായിരിക്കും. എന്റെ മമ്മിയല്ലേ, കൊല്ലുവാണ് ഞാൻ അങ്ങ് സഹിക്കും.
मस्ती ऐसा नमकीन चेहरा तेरा मेरी नीयत पे चढ़ के छूटे न है रंग गहरा तेरा जो बन ये मेरा जी है राजा सारे पर्दों को काटूंगी मैं शान है मेरी अकेले है आजा संग तेरे बांटूंगी मैं അതൊക്കെ പിന്നെ സഹിക്കാം. മോൻ ആദ്യം പോയി പാക്ക്. ഞാൻ പാക്ക് ചെയ്യാൻ പോവായിരുന്നടാ. കണ്ടു നിന്റെ പാക്കിങ്. നീ മാറും, ഞങ്ങളെ സഹായിക്കും. എന്നാ അങ്ങനെ ആവട്ടെ ഏട്ടാ. നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് വല്ലതും ഉണ്ടോടാ നമ്മുടെ മമ്മിയുടെ നാട്ടിൽ പോകുന്നതിന്? പിന്നെ എക്സൈറ്റ്മെന്റ് ഇല്ലാതെ മമ്മി പറഞ്ഞ് അവിടെയൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ഇതുവരെ അവിടെ നിന്ന് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എന്തിനു, നമ്മുടെ ഡാഡി പോലും അവിടെ പോയിട്ടില്ലെന്നാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയായിരുന്നു കേരളത്തെ പറ്റി. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്. ഞാനൊരു കൊറിയൻ വ്ളോഗറിന്റെ വഴി കണ്ടതാ. അയാള് പറയുന്നത് അവിടെ നാച്ചുറൽ ബ്യൂട്ടി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായി ഇഷ്ടപ്പെടുന്ന സ്ഥലം ആണോ. ഞാനും നോക്കണമെന്നൊക്കെ വിചാരിച്ചതാ, പിന്നെ വേണ്ടാന്ന് വെച്ചടാ. നമ്മള് നേരിട്ട് എന്തായാലും കാണാൻ പോവല്ലേ, പിന്നെന്തിനാ വീഡിയോസ് ഒക്കെ. അതെ സിദ്ധു, നീ പറഞ്ഞാ നേരെ. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയണം. അനുചേച്ചി ഇങ്ങനെ മാറിക്കേ, ഞാൻ അരിയാം. ശരി, നീ അരിഞ്ഞോ. അടി രുദ്ര, നീ ആ തേങ്ങ തിരുമ്മി വെക്കും. നമുക്കിന്ന് തേങ്ങ അരച്ച് മീൻകറി ഉണ്ടാക്കാം. ഓ സെറ്റ്. ഇന്ന് എന്റെ അനുചേച്ചിയുടെ സ്പെഷ്യൽ മീൻകറി കൂട്ടി ചോറുണ്ടാലോ. ചേച്ചി അപ്പുറത്ത് എന്താ? അവിടെ വീടൊക്കെ വൃത്തിയാക്കുന്നുണ്ടല്ലേ? ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാ കണ്ട. ഇനി ശ്രീയാന്റി എല്ലാം വരുവാണോ? അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവിടെ മൊത്തം ക്ലീൻ ചെയ്യുക. വന്നാ തീർന്നു നമ്മുടെ റീൽസിന്റെ കാര്യം. അത് നേരാണ് രുദ്രേ. എന്തായാലും അമ്മ വരുമ്പോ നമുക്ക് അമ്മയോട് ചോദിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാൻ വയ്യടി ചേച്ചി. ഞാൻ ആ പണിക്കാരനോട് പോയി ചോദിച്ചിട്ട് വരാം. രുദ്രേ നിക്ക്, ഞാനും വരുന്നു. ഹലോ ചേട്ടാ. ചേട്ടാ എന്താ ഇവിടൊക്കെ വൃത്തിയാക്കുന്നേ? അതോ മക്കളെ, നാളെ സരസ്വതി അമ്മയുടെ മകളും ഭർത്താവും വരുമല്ലേ. അപ്പൊ അവരെന്നെ ഇന്നലെ വിളിച്ചായിരുന്നു ഇവിടൊക്കെ ക്ലീൻ ആക്കി ഇടാൻ പറയാൻ. ഓ ആണോ? എന്നാ അവര് വരുന്നേ? അത് നാളെ എത്തുമെന്നാ പറഞ്ഞ്. മുഴുവൻ പൊടിയായി കിടക്കുമായിരുന്നു മക്കളെ. നല്ലൊരു വീട്, എന്തായാലും ഇങ്ങനെ ഇട്ട് കളയാൻ തോന്നിയില്ലല്ലോ. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയില്ല അവർക്ക്. അത് നേരെ ചേട്ടാ, ഞങ്ങളും വിചാരിക്കാറുള്ളതായിരുന്നു അവർക്ക് ഈ വീടൊന്നും വേണ്ടേന്ന്. അതെ മക്കളെ, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുറച്ച് പണിയും കൂടെ ഉണ്ട്. എന്നാ ശരി ചേട്ടാ. നന്നായിരിക്കുന്നു. എടി ഇനി റീൽസിന്റെ കാര്യമൊക്കെ എന്തോ ചെയ്യും? അതിന്റെ കാര്യം തീരുമാനമായി. അതൊന്നും സാരമില്ലായിരിക്കും ചേച്ചി. ആന്റി അമ്മയുടെ ഫ്രണ്ട് അല്ലേ. അപ്പൊ ഒരു റീൽ എടുക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നതിനൊന്നും കുഴപ്പമുണ്ടാവില്ല. അതെ ചേച്ചി, ആര് സമ്മതിക്കുമെന്നേ. സമ്മതിച്ചാ മതിയായിരുന്നു. അന്നേ ഞാൻ എല്ലാത്തിനോടും പറഞ്ഞതാ വേഗം റെഡിയാവുന്നു. ഇപ്പൊ സമയം പോയത് കണ്ടില്ലേ? 4:30 വരണമെന്ന് വിചാരിച്ചതാ. അതിനെന്താ എന്റെ ശ്രീ, ഫ്ലൈറ്റിന് ഇനിയും സമയം കിടക്കുവല്ലേ. മനുഷ്യ, ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഒറ്റ സമയത്തിന്റെ വില അറിയത്തില്ലല്ലോ. ലേറ്റ് ആയിരുന്നു. അതിന് സമയം എന്തായടാ? എടാ 4:35 ആയി. ഒരു 5 മിനിറ്റ് വായിക്കാനാണോ മമ്മി ഇത്രയും ദേഷ്യപ്പെടും? ഡാഡി സത്യം പറഞ്ഞോ, മാതാശ്രീ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തില്ല. കാര്യം എന്താ? അത് മോനെ, ഞാന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ഓഫീസിലുള്ള ഡെയ്സി അറിയത്തില്ലേ, അവൾ എന്നെ വിളിച്ചിരുന്നു. ആ ടൈമിൽ നിന്റെ അമ്മ എടുത്തുണ്ടായിരുന്നു. ഓ ചുമ്മാതല്ല. അല്ല ഡെയ്സി ആന്റി എന്തിനാ ഡാഡിയെ വിളിച്ചേ? ഓ അത് ഓഫീസിലെ കാര്യം ചോദിക്കാനായിരുന്നടാ. ഓ ആണോ? അതിന് മമ്മ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നേ? ഓ എടാ, അത് ഡെയ്സിയുടെ സ്വഭാവം നിങ്ങക്ക് അറിയാവുന്നതല്ലേ. അവള് കുറച്ച് പഞ്ചാരയാണെന്ന്. അപ്പൊ അവള് വിളിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഇട്ട സ്യൂട്ട് നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ചേരുന്നുണ്ടായിരുന്നു, ഹാൻഡ്സം ആയിരുന്നു, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അത് എന്റെ അമ്മയും കേട്ടു. ഞാൻ സ്പീക്കറിലായിരുന്നു ഇട്ടത്, പിന്നെ പറയണ്ടല്ലോ. ഓ അത് പറ. സാരമില്ല ഡാഡി, അനുഭവിച്ച തരത്തര വരുത്തി വെച്ചല്ലേ. അതെ, ഇത്രയും വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നതല്ലേ. അപ്പൊ ഇനിയും അനുഭവിച്ചു തന്നെ തീർന്നു.
ഇനിയും ടൈമില്ലേ, നമുക്കൊരു കോഫി കുടിച്ചിട്ട് വന്നാലോ മക്കളെ? നിങ്ങൾ പോയി മമ്മിയോട് ചോദിച്ചിട്ട് വാ. ഡാഡി, ഞങ്ങളെ കൊലക്ക് കൊടുക്കാം. എന്താ ഉത്സാഹം? പോയി ചോദിച്ചിട്ട് വാടാ ശ്രീ. ശരി. Your attention please. This is the final call for passengers of Qatar Airways on flight number QR9592 Doha. Please board the aircraft immediately through gate 8. Thank you. അതാ നമ്മുടെ ഫ്ലൈറ്റ് ആണല്ലോ. വാ പോവാം.